നമസ്കാരം. വിജയ് ആരാധകർ ഇൻസ്റ്റഗ്രാം ഭരിക്കുകയാണ് എന്നത് തന്നെ പറയേണ്ടി വരും. 13.8 മില്യൺ ഫോളോവേഴ്സ് ഉള്ള വിജയ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ലോക റെക്കോർഡിലേക്കാണ്. വിശ്വസിക്കുമോ? അതായത് വിജയ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് ഇങ്ങനെയാണ്. ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും പുതിയ ഫീച്ചറാണ് റീപോസ്റ്റ് എന്നത് പറയുന്നത്. അതിൽ വിജയ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. വിജയുടെ രണ്ടാമത്തെ മാനാട്, അതായത് സംസ്ഥാന സമ്മേളനം, TVK എന്ന തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മധുരയിൽ വെച്ച് നടന്നത്. അതിൽ വിജയ് ഷൂട്ട് ചെയ്ത ഒരു സെൽഫി വീഡിയോ ഉണ്ട്. ഇപ്പോൾ വിജയുടെ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറി നിൽക്കുന്നതാണ് ആ ഒരു സെൽഫി വീഡിയോ. ഇപ്പോൾ ഗോട്ട് എന്ന സിനിമയിൽ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഒരു സെൽഫി വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ വിജയുടെ ഒരു സെൽഫി വീഡിയോ വളരെയധികം വൈറലായി മാറാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ മാനാട് വെച്ച് വിജയ് തൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ ആണ്. ഏകദേശം ഒരു 10 ലക്ഷത്തിന് അധികം ആളുകൾ ആ മാനാട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് കാരണം ജനസാഗരം, ജനക്കടൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു മാനാട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആ ആളുകൾ കൂടി നിന്നത്. അവർക്ക് ആവേശം പകരുന്ന രീതിയിലായിരുന്നു വിജയുടെ പ്രസംഗവും ഉണ്ടായിരുന്നു. അത് മറ്റൊരു കാര്യം. പ്രസംഗത്തിലേക്കൊക്കെ വരാം. പക്ഷേ നമുക്ക് ആദ്യം പറയാനുള്ള വിജയ് സെറ്റ് ചെയ്ത റെക്കോർഡാണ്. ഏകദേശം ഇതുവരെ റീപോസ്റ്റിലൂടെ മാത്രം അത് 2,38,000 പേരാണ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും പുതിയ വേർഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം 100 മില്യൺ വ്യൂസിലേക്ക് കടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതായത് 100 മില്യൺ വ്യൂസിലേക്ക് ഈ വീഡിയോ കടന്നിരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. അതൊരു വലിയ റെക്കോർഡ് ബ്രേക്കിംഗ് കൂടിയാണ് എന്നതും കൂടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ വിജയ് സെറ്റ് വെച്ചിരിക്കുന്ന റെക്കോർഡ്, ഈ വീഡിയോയ്ക്ക് ഏകദേശം കിട്ടിയിരിക്കുന്ന ലൈക്ക് നിലവിലത്തെ കണക്കാണ് കേട്ടോ. കാരണം ഇങ്ങനെ ലൈക്കുകൾ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഏകദേശം 11 മില്യൺ ലൈക്കുകളാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. തെന്നിന്ത്യയിലെ ഒരു താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഏറ്റവും അധികം ലൈക്ക് കിട്ടുന്ന ഒരു വീഡിയോയും കൂടിയായിട്ട് വിജയുടെ ഈ വീഡിയോ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് ആ മാനാട് വന്ന എല്ലാവരും മാത്രമല്ല, വിജയ് ആരാധകർ ഒട്ടാകെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഭരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വിജയുടെ ഈ വീഡിയോയ്ക്ക് ഇത്രയധികം ട്രെൻഡിങ് ആയി മാറുന്നത്. ട്രെൻഡിങ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, ഒരു സോഷ്യൽ മീഡിയ സ്റ്റണ്ണർ ആയിട്ട് മാറിയിരിക്കുകയാണ് വിജയുടെ ഈ ഒരു വീഡിയോ. അതിനകത്ത് ഇത്രയധികം ലൈക്സ് ലഭിച്ചിരിക്കുന്നു, ഇത്രയധികം റീപോസ്റ്റുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഓഗസ്റ്റ് 21-നാണ് ഈ മാനാട് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 4 ദിവസങ്ങൾ മാത്രമാണ് പിന്നിടുന്നത് മാനാട് കഴിഞ്ഞിട്ട്. അതിനിടയിലാണ് വിജയ് ഈ ഒരു വലിയ റെക്കോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതും കൂടി സൂചിപ്പിക്കേണ്ടി വരും. ഏകദേശം 11 മില്യൺ ലൈക്ക് നേടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 2,21,000 കമൻസാണ് വിജയുടെ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി സൂചിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് 2,38,000 റീപോസ്റ്റുകൾ ഈ വീഡിയോയ്ക്കും കൂടി സംഭവിച്ചിരിക്കുന്നത്. വിജയ് എന്ന താരത്തിനേക്കാളുപരി വിജയ് ലിയോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് വിജയ് ഇൻസ്റ്റഗ്രാം തന്നെ ആരംഭിക്കുന്നത്. ആകെ വിജയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ 33 പോസ്റ്റുകളാണുള്ളത്. അതിൽ 13.8 മില്യൺ ഫോളോവേഴ്സ് ഉള്ള വിജയ് ഒറ്റ മനുഷ്യനെ പോലും ഫോളോ ചെയ്യുന്നില്ല തിരിച്ച് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് തന്നെ വിജയ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 വീഡിയോകളാണ്. അതെല്ലാം തന്നെ അതിൽ 4 വീഡിയോകളും 50 മില്യണിന് താഴെയാണ് ഇതുവരെ വ്യൂസ് ഉള്ളത്. അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 98, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 98 മില്യൺ വ്യൂസാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷേ അതിവേഗത്തിൽ തന്നെ ഈ വീഡിയോ 100 മില്യൺ കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തെന്നിന്ത്യയിൽ ഒരു താരത്തിന് പോലും നേടാൻ കഴിയാത്ത റെക്കോർഡ്. അതായത് നമ്മൾ തെലങ്കാനയിൽ എടുത്ത് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ കർണാടക എടുത്താലും കേരളത്തിൽ നിന്ന് എടുത്താലും ഒരു താരത്തിന് പോലും നേടാൻ കഴിയാത്ത ഒരു വലിയ റെക്കോർഡാണ് വിജയും ആരാധകരും ചേർന്ന് എടുത്തിരിക്കുന്നത്. ഈ മാനാട് സംബന്ധിച്ചിടത്തോളം വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി ആണെങ്കിൽ പോലും എല്ലാവരും കാത്തിരിക്കുന്നത് ജനുവരി 9-ന് വിജയുടെ ചിത്രമായ ജനനായകൻ്റെ റിലീസിനാണ്. ജനനായകൻ എന്ന ചിത്രമായിരിക്കാം വിജയുടെ അവസാന ചിത്രം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 2026 നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ട് വിജയ് ഏകദേശം എല്ലാ രീതിയിലും സെറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നത് വേണം തന്നെ പറയാൻ. കാരണം ഓരോ മാനാടിലും വിജയ് എടുക്കുന്ന കോൺഫിഡൻസ്, അതോടൊപ്പം തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്ന കാര്യത്തിലുമൊക്കെ ധാരണയായി കഴിയുന്നു, അല്ലെങ്കിൽ ധാരണയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തത കുറവുമൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലും കൂടി വിജയ് തൻ്റെ ആരാധക കൂട്ടത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു സാഹചര്യം കൂടി കൊണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ മാനാടിൽ വിജയ് പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നടൻ കമൽഹാസനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടും വിജയ് സംസാരിക്കുകയും ചെയ്തു. ഇതിന് പ്രതികരണത്തിനായി കമൽഹാസനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കമൽ പറഞ്ഞത്, എൻ്റെ പേര് പരാമർശിച്ചോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് പരാമർശിച്ചോ എൻ്റെ അനിയനെ പോലെയാണ് വിജയ് എന്നുള്ളതാണ്. അതുകൊണ്ട് അനാവശ്യ വിവാദങ്ങളൊന്നും ഈ കാര്യത്തിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നത് കമൽഹാസൻ ഉന്നയിച്ചിരുന്നൊരു കാര്യം കൂടിയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ് വിജയ് ആരാധകർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിജയ് പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയ്ക്ക് കിട്ടിയ ലൈക്സ്, കമൻസ്, ഷെയർസ്, റീപോസ്റ്റുകൾ.